ഇതാ 4 മണിയായപ്പോൾ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവിടെ നിന്നൊരു ഊബർ എടുത്തിട്ട് മറൈൻ ഡ്രൈവ് പോവാണ്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവ് പോയിട്ട് കുറേ റൂമൊക്കെ നോക്കി, പക്ഷെ നമുക്ക് റൂമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചു, എന്നിട്ട് നേരെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഇരുന്നു. നല്ല കൊതുകായിരുന്നു ഗൈസ്. പിന്നെ എന്താ അവിടെ നല്ല ലൈറ്റ് കാണുന്നില്ലേ, അതിലൊന്നാണ് നമ്മൾ പോകുന്ന ഷിപ്പ്. നമുക്ക് ഇവിടുന്ന് നേരെ വെല്ലിംഗ്ടൺ ഐലൻഡ് പോകണം, പക്ഷെ നമുക്ക് 8 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ സാമഗ്രികളൊക്കെ ആയിട്ട് ഇതാ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കാണുന്ന വലിയ കപ്പലാണ് ഞാൻ ലക്ഷദ്വീപ് പോകുന്നത്. അപ്പം അതിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കടകളൊന്നുമില്ലാന്ന്. പിന്നെ തിരിച്ച് നമ്മൾ ടൗണിലേക്ക് തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. തിരിച്ചത് ആ വാർഫിലെത്തിയിട്ടുണ്ട്. അപ്പം അമ്മ അവിടെ കുറേ ഫോർമാലിറ്റീസും ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ടൈം ആകുമ്പം ബസ് വന്നിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലുള്ള ഷിപ്പിൽ കയറാനുള്ള. അപ്പം ലക്ഷദ്വീപിക്കുള്ളതിൽ ഏറ്റവും വലിയ ഷിപ്പാണ് കവരത്തി, MV കവരത്തി. അതിലാണ് പോകുന്നത്. ഷിപ്പിൽ കയറാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ 2 ദിവസം ഷിപ്പിൽ തന്നെ ആയിരിക്കും നമ്മളുണ്ടാവുക. 2ാമത്തെ ദിവസമാണ് നമ്മൾ, മറ്റന്നാൾ രാവിലെ നമ്മൾ അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞ് 2 നൈറ്റ് ഷിപ്പിലുണ്ടാവുന്നു. പിന്നെന്താ ഇനിയിപ്പം ഷിപ്പത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. ഇനി ബാക്കി പോയിട്ട് അന്വേഷിച്ച് നോക്കട്ടെ എന്താവും ആവും. അങ്ങനെ ഇതാ നമ്മൾ ഷിപ്പിൻ്റെ അടുത്തെത്തി. നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഷിപ്പിലെത്തി. ബസ് വന്നു. ബസ്സിൽ കയറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ലഗേജൊക്കെ അവർ വേറൊരു ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് തന്നു. പക്ഷേ വലിയ ബാഗൊക്കെ ആയിട്ട് വരുന്നവർ കുറച്ച് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു ട്രോളി ഉണ്ടായിരുന്നു, 2 ബാഗും ബാക്ക് പാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല, നമ്മൾ സ്വന്തം തന്നെ കയറ്റണം. നല്ല വെയിലാണ് ഇപ്പോൾ. അങ്ങനെ ഇതാ ഷനു പുതിയ ഫ്രണ്ടിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം ഇതിൽ തന്നെ ആയിരിക്കും. ഇനി അൽബേനിയ ഐലൻഡിലാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 2 ദിവസം ഷിപ്പിൽ തന്നെ ആയിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫസ്റ്റ് ദിവസം നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. 2ാമത്തെ ദിവസം എന്താവും അറിയില്ല. അതുകൊണ്ട് വായിക്കാനും ബുക്ക് കാര്യങ്ങളും കുറേ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. നല്ല വെയിലാണ്, കണ്ണ് കാണാൻ പറ്റില്ല. സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ ഷിപ്പ് മൂവ് ചെയ്തിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ കപ്പലിൽ പോകുന്നു ഗൈസ്. വെള്ളമുണ്ട്, തെന്നി വീഴും. ഇവിടെ നിന്ന് മേലോട്ട് നോക്കുന്നു. ഷിപ്പിൽ ഹോസ്പിറ്റൽ അവിടെ എവിടെയോ ആണ്. പെർമിഷൻ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. റൂട്ട് മാപ്പ് ഇതാ. ഫസ്റ്റ് ക്ലാസ് ബംഗ്ലാസ്. നമ്മളെ ഏറ്റവും താഴെയാണ് നമ്മൾ. ഷിപ്പിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ ഡോറുകളുണ്ട്. അതുവഴി നമുക്ക് ഇറങ്ങി ഈ സൈഡിൽ ഇങ്ങനെ വന്നിരുന്ന കാറ്റൊക്കെ കൊള്ളാം. നമുക്ക് അവിടെ സീറ്റുകളൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കാണുകയാണ് അവിടെ നിന്നിട്ട്. പിന്നെ ഷിപ്പിൻ്റെ ഉള്ളൊക്കെ കറങ്ങി. ഇതാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സും വരുന്ന റൂമുകൾ. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്യാൻറ്റീനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കായലൊക്കെ കാണാം. പിന്നെ ഈ സൈഡിലുമാണ്, ആ ബ്ലൂ ഡോറിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അവിടെയാണ് ബോട്ടുകൾ വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബംഗ്ലാസ് ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ 2 തട്ടായിട്ടാണ് കട്ടിലൊക്കെ വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ആയ പോലെ തോന്നും. അങ്ങനെ ഇതാ ഷിപ്പ് എടുക്കുകയാണ്. അതിൻ്റെ വലിയൊരു സൈറണൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഹോണൊക്കെ പോലെ ഭയങ്കര സൗണ്ടിൽ.
നമ്മൾ ഷിപ്പ് എടുക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഹെലിപ്പാഡിൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഷിപ്പ് മൂവ് ആയത് തൊട്ടിട്ട് നമ്മളവിടെ ഇരുന്ന് ഫുള്ള് കഥയായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടാണ്. എന്ത് ഭംഗിയാണെന്നറിയോ രാത്രി വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് പേടിയാണെങ്കിൽ അടിപൊളിയായിരുന്നു ആ വ്യൂ. പിന്നെ ഇതാ മീനുകൾ ചാടുന്നതാണ് ആ കാണുന്നത് കേട്ടോ. നമ്മൾ കുറേ ഡോൾഫിനും മീനും ഒക്കെ ചാടുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ ആ വൈറ്റ് കളർ കാണുന്നില്ല, ആ തിര വരുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മീനുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അല്ല അടിപൊളിയായിരുന്നു രാത്രി ആ ഷിപ്പിലുണ്ടായിരുന്ന ആ വൈബ്. പെട്ടെന്ന് നിറയെ ഡോൾഫിൻസ് പക്ഷെ വീഡിയോ എടുക്കുമ്പോഴേക്കും അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ നമ്മൾ കവരത്തി ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം കടൽ. ഇന്ന് ഷിപ്പിൽ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഡ്രസ്സ് മാറി, ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റായിട്ട് വന്നു. ഇപ്പം നമ്മൾ ഫസ്റ്റ് കവരത്തി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പെർമിറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് തിരിച്ച് കവരത്തി ടു കൽപ്പേനി എടുത്താൽ നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ഇനി കൽപ്പേനി പോയിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അത് നാളെ എത്തുള്ളൂ, 2 ദിവസം ഷിപ്പിൽ. ഇതാണ് നമ്മളെ ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ സ്ഥലം. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് വേദനിച്ചിട്ട് നമ്മൾ ഷിപ്പിലെ ഹോസ്പിറ്റലൊന്ന് വിസിറ്റ് ചെയ്തു. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ പിറ്റേന്ന് ഇതാ രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് ഇതാ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉറങ്ങി എണീച്ച് അതേ കോലത്തിൽ നമ്മൾ ചാടി ഇറങ്ങുകയാണ്. നമ്മൾ ഡ്രസ്സ് വരെ മാറ്റിക്കില്ല. അങ്ങനെ ഇതാ കടലിൽ നമ്മളെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു തിര വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മളെ കവരത്തി ഷിപ്പാണിത്. അപ്പം ഇനി ഒരു 5-6 ദിവസത്തിന് ഷിപ്പിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളിതാ കൽപ്പേനിക്ക് കിടക്കുകയാണ്. അപ്പം ഇനി അടുത്ത വ്ലോഗിൽ കൽപ്പേനി ആയിട്ട് വരാം. ഓക്കെ, ബൈ.